ഹലോ എവ്രി വൺ, വെൽക്കം ടു പ്രണീത ആദർ CE ട്യൂട്ടോറിയൽ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 102/2014 ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു 2 സീരീസായിട്ട്. അപ്പോൾ ഇത് അതിൻ്റെ തേർഡ് സീരീസാണ്. തേർഡ് സെറ്റ് ഓഫ് 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം എൻ്റെ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓരോരോ ടോപ്പിക്കിൽ ഓരോരോ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ അതിലുള്ള ഫുൾ പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. വെറും ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കാം, ഇതിൻ്റെ ആൻസർ ഇതായിരിക്കും എന്ന് പറഞ്ഞിട്ട് പഠിക്കാം. അതല്ലാതെ അതിലുള്ള ഓരോരോ, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം സീസണിങ് ഓഫ് ടിമ്പർ ഇസ് റിക്വയർഡ് ടു, അപ്പം 4 ഓപ്ഷൻ ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ അതിൽ 4 ഓപ്ഷനിൽ ഏതാണ് ആൻസർ എന്ന് മാത്രം വേണമെങ്കിൽ പഠിക്കാം, അല്ലെങ്കിൽ 4 എന്താണെന്ന് പഠിക്കാം. അപ്പം നിങ്ങൾക്കൊരു വൈഡർ റേഞ്ച് ഓഫ് നോളജ് കിട്ടും. അപ്പം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഡിഫറെൻറ്റ് സബ്ജക്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ബുക്സ് റെഫർ ചെയ്യേണ്ടി വരും. അപ്പം എൻ്റെ ഒരു സീരീസും എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സീരീസും കണ്ടവർക്കറിയാം, ഓരോരോ ക്വസ്റ്റ്യനിലും എല്ലാ 4 ഓപ്ഷൻ ഉണ്ടെങ്കിൽ 4 എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ നോളജ് ഒരുപാട് അക്യുമുലേറ്റ് ചെയ്യും. ഓരോരോ സബ്ജക്റ്റിനെ വെച്ച് ഒരു പെർട്ടിക്കുലർ ടോപ്പിക് മുഴുവൻ നമ്മൾ കവർ ചെയ്യും. അപ്പം ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ഈ വീഡിയോ സീരീസിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ മുന്നേ പഠിച്ച ഫസ്റ്റ് 2 സീരീസിൽ ഫസ്റ്റ് 20 ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത സീരീസാണത് കേട്ടോ. അപ്പോൾ ചില ക്വസ്റ്റ്യൻസ് കട്ട് ചെയ്ത് പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് 23rd ക്വസ്റ്റ്യനിൽ തുടങ്ങുന്നത്. അപ്പോൾ സീസണിങ് ഓഫ് ടിമ്പർ ഇസ് റിക്വയർഡ് ടു. അപ്പം സീസണിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങനെ പല രീതിയിലും ടിമ്പറിനെ സീസൺ ചെയ്യാം, നാച്ചുറലും ആർട്ടിഫിഷ്യലും പ്രോസസ്സ് വെച്ചിട്ട്. അപ്പോൾ സീസൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അതിലുള്ള സാപ്പ് പാർട്ടിക്കിൾ, സാപ്പ് ലെയർ, സാപ്പ് വുഡിൻ്റെ അവിടെ നിന്നുള്ള സാപ്പ് പാർട്ടിക്കിളൊക്കെ റിമൂവ് ആയി പോകും. അപ്പം എന്നിട്ട് നമ്മൾക്കൊരു കുറച്ചുകൂടി ഹാർഡറും സ്ട്രെങ്തറും ആയിട്ടുള്ള ടിമ്പർ നമുക്ക് കിട്ടും. അപ്പം മെയിൻലി ഇതിലെങ്ങനെയാണ് വരുന്നത്, ഹാർഡ്നെസ്സും സ്ട്രെങ്തനിങ്ങും വരുന്നുണ്ട്. അതെങ്ങനെയാണ് സാപ്പ് റിമൂവ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം മെയിനായിട്ട് എന്താ വരുന്നത്, സീസണിങ് ഓഫ് ടിമ്പർ ഇസ് റിക്വയർഡ് ടു റിമൂവ് സാപ്പ് ഫ്രം ടിമ്പർ. അപ്പം സീസണിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാപ്പ് റിമൂവ് ആവും. സാപ്പ് റിമൂവ് ആവുന്നതിലൂടെ ടിമ്പർ കുറച്ചുകൂടി ഹാർഡും സ്ട്രെങ്ത്തും അറ്റൈൻ ചെയ്യും. അങ്ങനെയാണ് വരുന്നത്. അപ്പം റിമൂവ് സാപ്പ് ഫ്രം ടിമ്പർ ആണ് ആൻസർ വരുന്നത്, ഡി ഓപ്ഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എ സെമി റിജിഡ് മെറ്റീരിയൽ യൂസ്ഡ് ഫോർ മേക്കിംഗ് DPC. DPC എന്ന് പറഞ്ഞാൽ ഡാം പ്രൂഫ് കോഴ്സ് ഇസ്. അപ്പം 4 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സെമി റിജിഡ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമുക്കത് മെറ്റൽ ഷീറ്റ് വരില്ല, മെറ്റൽ ഷീറ്റ് ഇട്ടിട്ട് അങ്ങനെ വരില്ല. പിന്നെ ബിറ്റുമിനാണുള്ളത്. ബിറ്റുമിൻ എന്ന് പറയുന്നത് ആസ്ഫാൾട്ടിൽ യൂസ് ചെയ്യുന്നൊരു ബൈൻഡിങ് മെറ്റീരിയലാണ്. അത് പാർഷ്യൽ ഡിസ്റ്റിലേഷൻ ഓഫ് ക്രൂഡ് പെട്രോളിയത്തിൽ നിന്നാണ് കിട്ടുന്നത് ബിറ്റുമിൻ. ഇനി മാസ്റ്റിക് ആസ്ഫാൾട്ട് എന്താണെന്ന് നോക്കാം. നാച്ചുറൽ ആസ്ഫാൾട്ടിനെ സാൻഡും മിനറൽ ഫില്ലറും വെച്ചിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് മാസ്റ്റിക് ആസ്ഫാൾട്ട്. അപ്പോൾ ഇങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ സാൻഡും മിനറൽ ഫില്ലേഴ്സും ഒക്കെ ഈ നാച്ചുറൽ ആസ്ഫാൾട്ടിലുള്ള വോയിഡ്സിലൊക്കെ ഫില്ല് ചെയ്ത് നമുക്കൊരു വോയിഡ്ലെസ് ഇംപെർമിയബിൾ മാസ് കിട്ടും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അതൊരു സോളിഡ് അല്ലെങ്കിൽ സെമി സോളിഡ് സ്റ്റേറ്റിലാണ് ഉണ്ടാവുക. അത് ഹീറ്റ് ചെയ്യുമ്പോൾ പക്ഷേ നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഫ്ലൂയിഡിറ്റി ഉണ്ടാവും. അത് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ രീതിയിലുള്ള ഫ്ലൂയിഡിറ്റി ഹീറ്റ് ചെയ്യുമ്പോൾ അതിന് ഒബ്റ്റെയിൻ ചെയ്യും. അപ്പോൾ അത് നമ്മൾ ഡാം പ്രൂഫ് കോഴ്സിനൊക്കെ പിന്നെ വാട്ടർ പ്രൂഫിങ്ങിനൊക്കെ യൂസ് ചെയ്യും. അപ്പം ഇതിൽ സെമി റിജിഡ് മെറ്റീരിയൽ യൂസ് ഫോർ മേക്കിംഗ് DPC എന്താണ്, മാസ്റ്റിക് ആസ്ഫാൾട്ട്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിസ്റ്റെമ്പർ ഇസ് യൂസ്ഡ് ടു കോട്ട്. അപ്പോൾ ഡിസ്റ്റെമ്പർ എന്താണെന്ന് നോക്കാം. ഈ ഡിസ്റ്റെമ്പർ എന്ന് പറയുന്നത് മെയിനായിട്ട് പ്ലാസ്റ്റേർഡ് ആയിട്ടുള്ള സർഫസിനെ സ്മൂത്തനിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതിലുള്ള ഒരു ബേസ്, കാരിയർ, കളറിങ് പിഗ്മെൻറ്റും അതിന് സൈസും ഉണ്ടാവും. അപ്പോൾ ഈ ബേസും കാരിയറും എന്താണെന്ന് നോക്കാം. പെയിൻറ്റ് എന്ന് പറയുന്നതിൻ്റെ ബേസ് എന്താണ്, വൈറ്റ് ലെഡും ലിൻസീഡ് ഓയിൽ അതിൻ്റെ കാരിയറുമാണ്. ഇവിടെ നമ്മൾക്ക് ചോക്കാണ് വൈറ്റ് ലെഡിന് പകരം ബേസായിട്ട് വരുന്നത്. പിന്നെ അതേമാതിരി വാട്ടറാണ് കാരിയറായിട്ട് വരുന്നത്. അപ്പോൾ എന്താണ്, ഇത് നമ്മൾക്ക് അത്ര എഫിഷ്യൻ്റ് അല്ല, പെയിൻറ്റിൻ്റെ അത്ര നല്ലൊരു സാധനമല്ല. ഇത് കുറച്ചുകൂടി ഒരു ബ്രിട്ടിലായിട്ടുള്ള മെറ്റീരിയലാണ്. നമ്മളെ ലെസ് ഡ്യൂറബിളാണ്, അത് പുവർ വർക്കബിലിറ്റിയാണ് അത് എക്സിബിറ്റ് ചെയ്യുന്നത്. അപ്പം ഡാം ലൊക്കേഷൻസിലൊക്കെ ലൈക്ക് കിച്ചൺ, ബാത്റൂം പോലെയുള്ള ഡാം ലൊക്കേഷൻസിൽ അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അൺസാറ്റിസ്ഫാക്ടറി ആയിട്ടൊരു റിസൾട്ടാണ് തരിക. അപ്പോൾ നമുക്ക് എക്സ്റ്റീരിയർ സർഫസിന് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ വുഡ് വർക്ക്സിനും പിന്നെ കോമ്പൗണ്ട് വാൾസിനും ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല.
അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം എന്താണ്? ഇൻറ്റീരിയർ സർഫസ് നോട്ട് എക്സ്പോസ് ടു വെതർ. അപ്പം ബി ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് ദ കറക്ഷൻ ഫോർ സാഗ് ഇസ്. നമുക്കറിയാം സാഗ് എന്താണ്. സാഗ് എന്താണ്? ഇങ്ങനെ സാഗിയാണ്. നമ്മൾ ഗ്രൗണ്ട് സർഫസിൽ, ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് സർഫസ് എങ്കിൽ ഇവിടെ നമ്മൾ ഇതിൻ്റെ ലീനിയർ മെഷർമെൻറ്റ് എടുക്കാൻ നോക്കുന്ന സമയത്ത് നമ്മുടെ ടേപ്പ് അല്ലെങ്കിൽ ചെയിനോ ഇങ്ങനെ സാഗ് ചെയ്ത് പോവുകയാണ്. കറക്റ്റ് അലൈൻമെൻറ്റിൽ ഇങ്ങനെ വരേണ്ടതിന് പകരം സാഗ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഈ സപ്പോസ് ഇത് 3 മീറ്റർ ആണെങ്കിൽ ഈ സാഗ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ലെങ്ത് എന്തായിരിക്കും? ഇങ്ങനത്തെ ലെങ്ത് എന്തായിരിക്കും? ചിലപ്പം 5 മീറ്റർ ഒക്കെ ആയിരിക്കും. അതായത് നമ്മൾ കറക്ഷൻ എന്ത് ചെയ്യണം? 3 ആക്കണമെങ്കിൽ 5ന് എന്താക്കണം? -2 ചെയ്യണം. അതായത് നെഗറ്റീവ് കറക്ഷനാണ്. അപ്പോൾ കറക്ഷൻ ഡ്യൂ ടു സാഗ് ഇസ് ഓൾവേസ് നെഗറ്റീവ് അല്ലെങ്കിൽ സബ്ട്രാക്റ്റീവ്. അപ്പം ഇത് ഇത്ര സിമ്പിളാണ്. നിങ്ങൾക്കത് ഇങ്ങനെ പറയാം. ഇതിൻ്റെ എറർ എന്തായിരിക്കും? ക്യുമുലേറ്റീവ് എറർ ആയിരിക്കും അല്ലേ? പല പല ലെങ്ത്ത് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ക്യുമുലേറ്റ് ചെയ്തിട്ടാണ് എറർ പോവുക. അപ്പം അത് ഇതിലിതാ എറർ ഡ്യൂ ടു സാഗ് എന്താണ്? പോസിറ്റീവ്. അതുകൊണ്ട് എന്താണ്? എറർ ഡ്യൂ ടു സാഗ് പോസിറ്റീവ്. അപ്പോൾ കറക്ഷൻ എന്താ വരിക? നെഗറ്റീവ്. ഇതതിൻ്റെ ടേബിളാണ്. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തൊരു ടേബിളാണ്. ബാക്കിയുള്ളതിനെ കുറിച്ചൊക്കെയുള്ള നിങ്ങൾക്ക് ഇവിടെ പഠിക്കാം. ഇൻകറൻറ്റ് ലെങ്ത് ഓഫ് ടേപ്പ് എങ്ങനെയാണ്, ബാഡ് റേഞ്ചിങ് ചെയ്താൽ എറർ എങ്ങനെയാണ്, അതൊക്കെ ഇതിൽ നിന്ന് പഠിക്കാം. അപ്പം ഇതാണ് കാര്യമായിട്ട് ഈ ലെക്ചർ സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊരു ടോപ്പിക് പഠിക്കുമ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി കുറച്ച് ടോപ്പിക് കൂടി പഠിക്കാം. അപ്പം നമുക്ക് കുറച്ചൊരു ഓവറോൾ എല്ലാ സബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ളൊരു ഡീറ്റെയിൽസ് കിട്ടും. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ മുഴുവൻ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ബിലീവ് മീ പഠിച്ചിട്ടുണ്ടാവും. അതാണ് ഈ ലെക്ചർ സീരീസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. റൈസ് ആൻഡ് ഫോൾ മെത്തേഡ് ഓഫ് ലെവലിംഗ് ഇസ്. അപ്പോൾ റൈസ് ആൻഡ് ഫോൾ മെത്തേഡും ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് മെത്തേഡും ഉണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും അരിത്തമെറ്റിക് ചെക്കിലൊരു വ്യത്യാസമുണ്ട്. റൈസ് ആൻഡ് ഫോൾ മെത്തേഡിൽ സമ്മേഷൻ ഓഫ് ബാക്ക് സൈഡ് മൈനസ് സമ്മേഷൻ ഓഫ് ഫോർ സൈഡ് ഇസ് ഈക്വൽ ടു ലാസ്റ്റ് ആറിൽ മൈനസ് ഫസ്റ്റ് ആറിൽ ഇസ് ഈക്വൽ ടു സിഗ്മ റൈസ് മൈനസ് സിഗ്മ ഫോൾ എന്നാണ്. ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് മെത്തേഡിൽ ഈ തേർഡ് ടേം ഉണ്ടാവില്ല. അപ്പോൾ എന്ത് പറ്റും? ഇൻ്റർമീഡിയറ്റ് സൈറ്റിനെ കുറിച്ചിട്ടൊരു ചെക്ക് ഉണ്ടാവില്ല. സിഗ്മ റൈസ് മൈനസ് സിഗ്മ ഫോളിൽ ഇൻ്റർമീഡിയറ്റ് സൈറ്റ്സ് ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചെക്കും കൂടെ റൈസ് ആൻഡ് ഫോൾ മെത്തേഡിൽ വരുന്നുണ്ട്. പക്ഷേ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് മെത്തേഡിൽ അത് വരുന്നില്ല. അപ്പം ഇതിൽ എന്താണ് കറക്റ്റ് ഓപ്ഷൻ ഉണ്ടാവുക? റൈസ് ആൻഡ് ഫോൾ മെത്തേഡ് ഓഫ് ലെവലിംഗ് ഇസ്. അപ്പോൾ 4 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഡീറ്റെയിൽസ് നോക്കി നോക്കാം. ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് മെത്തേഡ് ഈ ഇത്ര ചെക്കുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ അതൊരു റാപ്പിഡും ഒരു അത്ര ബുദ്ധിമുട്ടില്ലാത്ത ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. റൈസ് ആൻഡ് ഫോൾ മെത്തേഡ് കുറച്ചും കൂടി ഒരു കാൽക്കുലേഷനൊക്കെ ഇൻവോൾവ് ചെയ്യുന്നൊരു മെത്തേഡാണ്. പക്ഷേ ഒറ്റൊരു സ്റ്റേഷൻ പോയിന്റിൽ നിന്ന് നമുക്ക് ഒരുപാട് മെഷർമെൻറ്റ് എടുക്കാനാണെങ്കിൽ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് മെത്തേഡാണ് പ്രിഫർ ചെയ്യുന്നത്. ലൈക്ക് ഫോർ പ്രൊഫൈൽ ലെവലിംഗ്, കൺസ്ട്രക്ഷണൽ വർക്ക്സിനൊക്കെ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് മെത്തേഡാണ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ഇൻ്റർമീഡിയറ്റ് സൈറ്റിനുള്ള ചെക്ക് നമ്മൾ റൈസ് ആൻഡ് ഫോൾ മെത്തേഡിലേ ഉണ്ടാവുള്ളൂ. അപ്പം മിസ്റ്റേക്സൊക്കെ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഇൻ്റർമീഡിയറ്റ് സൈറ്റിലുള്ള ചില മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ അൺനോട്ടീസ് ചെയ്ത് പോകും. അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം. ഇനി മൊത്തം നോക്കാം. റൈസ് ആൻഡ് ഫോൾ മെത്തേഡ് ഓഫ് ലെവലിംഗ് ഇസ് എ ഓപ്ഷൻ ലെസ് അക്യുറേറ്റ് ദാൻ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് മെത്തേഡ്. തെറ്റാണ്, മോർ അക്യുറേറ്റ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ലെവലിംഗ് വിത്ത് ടിൽറ്റിംഗ് ലെവൽസ്. അതും തെറ്റാണ്. പിന്നെ അടുത്തത് ക്വിക്ക് ആൻഡ് ലെസ് ടെൻഡിയസ് ഫോർ ലാർജ് നമ്പർ ഓഫ് ഇൻ്റർമീഡിയറ്റ് സൈറ്റ്സ്. ടെഡിയസ് ആണ്, പാടാണ് ചെയ്യാൻ. മറ്റേ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് മെത്തേഡിനെ വെച്ച് നോക്കുമ്പം ക്വിക്കും ലെസ് ടെഡീസും അല്ല. അത് കുറച്ചുകൂടി ഒരു സമയം എടുക്കുന്ന കുറച്ചൊരു അത്ര സിമ്പിൾ അല്ലാത്തൊരു മെത്തേഡാണ് ലാർജ് നമ്പർ ഓഫ് ഇൻ്റർമീഡിയറ്റ് സൈറ്റ്സ് വരുമ്പോൾ. ഇനി അടുത്ത ഓപ്ഷൻ. പ്രൊവൈഡ് എ ചെക്ക് ഓൺ ദ റിഡക്ഷൻ ഓഫ് ഇൻ്റർമീഡിയറ്റ് പോയിൻറ്റ് ലെവൽസ്. അതാണ് അതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ. ഇൻ്റർമീഡിയറ്റ് സൈറ്റ്സിൽ ഒരു ചെക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഇനി അടുത്തത്. The series of uniformly spaced contour lines represents a. അപ്പോൾ 4 ഓപ്ഷൻ ഉണ്ട്. അപ്പം യൂണിഫോംലി സ്പേസ്ഡ് കോണ്ടൂർ ലൈൻസ് എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഇതാണ് യൂണിഫോം സ്ലോപ്പുള്ള കോണ്ടൂർ ലൈൻസ്. യൂണിഫോം ആയിട്ടാണ് അതിന് സ്ലോപ്പ് വരുന്നത്. ഇനി ഫസ്റ്റ് ഇതിൽ നോക്കാം. എ എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. സ്റ്റീപ്പ് സ്ലോപ്പ്, അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിൽ നിങ്ങൾ എങ്ങനെയാണ് ABCD കാണുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ ഞാൻ ABCD റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് തന്നെ സ്റ്റീപ്പ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കര സ്റ്റീപ്പായിട്ടൊരു സ്ലോപ്പ് ഉണ്ടാവുകയാണ്. അപ്പോൾ എന്ത് വരും? ഒരു അതിൻ്റെ ഇൻ്റർവെൽസ് 90, 80, 70, 60 എന്ന് പറയുന്നത് അടുത്തടുത്ത് വരും അല്ലേ? അതാണ് ജെൻറ്റിൽ സ്ലോപ്പ് എന്ന് പറയുന്നത്. സ്റ്റീപ്പ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഇനി ജെൻറ്റിൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇങ്ങനെയായിരിക്കും സ്ലോപ്പ് ഉണ്ടാവുക. അപ്പം കുറച്ചൊരു
എപ്പാർട്ടായിട്ടായിരിക്കും ഇതിൻ്റെ പോയിൻറ്റ്സ് അല്ലേ. ഒരു 90 ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ 80 ഉണ്ടാവും. അപ്പോൾ കുറച്ചൊരു ഡിസ്റ്റൻസ് ഉണ്ടാവും തമ്മിൽ. അത് ഫാർ എപ്പാർട്ടായിരിക്കും ജെൻറ്റൽ സ്ലോപ്പിൻ്റെ കേസിൽ. ഇനി യൂണിഫോം സ്ലോപ്പ് ആണെങ്കിൽ എന്താണ്, യൂണിഫോംലി ആയിട്ടായിരിക്കും സ്ലോപ്പ് ഉണ്ടാവുക, അതായത് ഈക്വലി സ്പേസ്ഡ്. അതാണ് സി ഓപ്ഷൻ. ഇനി പ്ലെയിൻ സർഫസ് എന്ന് പറഞ്ഞാൽ എന്താ, പ്ലെയിൻ ആയിട്ട് ഈ പാരലായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഈക്വലി സ്പേസ്ഡ് ആയിട്ട് അങ്ങനെയാണ് ഉണ്ടാവുക. ഒരു ഗ്രൗണ്ട് സർഫസ്, ഒരു പ്ലെയിൻ സർഫസ് ആലോചിച്ച് നോക്കുക. ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു സർഫസിന് എങ്ങനെയാണ് ഉണ്ടാവുക, അങ്ങനെ ഒരു ഈക്വൽ സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും വരിക. അതാണ് ഡി ഓപ്ഷൻ. ഇനി സീരീസ് ഓഫ് യൂണിഫോംലി സ്പേസ്ഡ് കോൺട്രൂർ ലൈൻസ് റെപ്രസെൻറ്റ് എന്തായിരിക്കും, യൂണിഫോം സ്ലോപ്പ്. സി ഓപ്ഷനാണ്. ഇനി അടുത്തത് 31st question. The bending moment at the free end of a cantilever beam carrying any type of load is. അപ്പം എന്താണ് ക്യാൻറ്റിലിവർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും അല്ലേ. അപ്പോൾ ഫ്രീ എൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഒരു റെസിസ്റ്റൻസും ഇല്ല. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. എവിടെയെങ്കിലും ഒരു സപ്പോർട്ട് വന്നാലോ എന്തെങ്കിലും റെസിസ്റ്റൻസ് വന്നാലോ അല്ലേ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ആവശ്യമുള്ളൂ. ബെൻഡിങ് മൊമെൻറ്റ് അപ്പോൾ ഇവിടെ ഇല്ല, 0 ആണ്. എന്ത് ടൈപ്പ് ലോഡ് വന്നാലും, പോയിൻ്റ് ലോഡ് വന്നാലും, UDL ഇങ്ങനെ വന്നാലും, എന്ത് ടൈപ്പ് ലോഡ് വന്നാലും ഫ്രീ എൻഡിൽ എപ്പോഴും എന്തായിരിക്കും, ബെൻഡിങ് മൊമെൻറ്റ് 0 ആയിരിക്കും. അപ്പോൾ എ ഓപ്ഷനാണ്. ഇനി അടുത്തത്, ദ ഡെപ്ത് ഓഫ് എക്സ്കവേഷൻ ഫോർ ഫൗണ്ടേഷൻ ഇസ് ജനറലി ചെക്ക്ഡ് വിത്ത്. അപ്പം ഫൗണ്ടേഷൻ്റെ ഡെപ്ത് എങ്ങനെ ചെക്ക് ചെയ്യാം? ആദ്യത്തെ ഓപ്ഷൻ റേഞ്ചിങ് റോഡാണ്. റേഞ്ചിങ് റോഡ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഒരു സർവേ ലൈനിൽ പല ഇൻ്റർമീഡിയറ്റ് പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ റേഞ്ച് ചെയ്യാൻ, ഒരു ലൈനിലാക്കി റേഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് റേഞ്ചിങ് റോഡ് യൂസ് ചെയ്യുന്നത്. ഇനി സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കറിയാം സ്കെയിൽ എന്താണെന്ന്, സ്കെയിലിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഇനി അടുത്തത് ലെവലിംഗ് സ്റ്റാഫ് എന്താണെന്ന് നോക്കാം. ലെവലിംഗ് സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു സ്റ്റാഫാണ് അത്. അതിൽ നമ്മൾക്ക് ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റ്, നമ്മൾ സ്റ്റാഫ് റീഡിങ് വെച്ച് ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റ് കണ്ടുപിടിക്കാനാണ് ലെവൽ. ഒരു എത്ര നമുക്കൊരു പെർട്ടിക്കുലർ ഇവിടെ ഒരു സ്റ്റാഫ് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ലെവലിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്റ്റാഫ് വെച്ചാൽ നമുക്ക് ഇവിടെയുള്ള ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റിൽ നിന്ന് എത്ര റീഡിങ് ഉണ്ടെന്ന് മെഷർ ചെയ്യുക. ഇതിൽ നിന്ന് നമുക്ക് ഈ സർഫസിൻ്റെ ലെവൽ എവിടെയാണ് എന്ന് കണ്ടുപിടിക്കുക. അതാണ് ലെവലിംഗ് സ്റ്റാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഡെപ്ത് ഓഫ് എക്സ്കവേഷൻ അതിൽ നിന്ന് കിട്ടില്ല. പിന്നെ ബോണിംഗ് റോഡ് എന്താണെന്ന് നോക്കാം. ബോണിംഗ് റോഡാണ് സെറ്റിംഗ് ഔട്ട് പോയിൻറ്റ്സ് ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ. വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള പല പോയിൻറ്റ്സിന് സെറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബോണിംഗ് റോഡ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബോണിംഗ് റോഡ്സ് എന്ന് പറയുന്നത് അതിനൊരു അപ്രൈറ്റ് ആയിട്ടുള്ള പോളും ഉണ്ട്, ഹൊറിസോണ്ടൽ ബോർഡും ഉണ്ട്. അതൊരു T സെക്ഷൻ പോലെയാണുള്ളത്. ഇതാണ് ബോണിംഗ് റോഡ്സ് എന്ന് പറയുന്നത്. 3 ആയിട്ടാണ് എപ്പോഴും കാണുക, 3 നമ്പേഴ്സിലാണ് എപ്പോഴും കാണുന്നത്. അതിനൊരു ഹൊറിസോണ്ടലായിട്ട് ഒരു അപ്രൈറ്റ് പോർഷനും ഉണ്ട്, പിന്നെ ഒരു ഒരു ഹൊറിസോണ്ടൽ ബോർഡും ഉണ്ട്. ഓക്കെ, ഒരു T സെക്ഷനാണ്. വേറെ ടൈപ്പ് ബോണിംഗ് റോഡും ഉണ്ട്, 2 അങ്ങനത്തെ T സെക്ഷനും ഉണ്ടാവും. പിന്നെ ഒന്നൊരു ട്രാവലിംഗ് റോഡായിരിക്കും, ഒരു ട്രാവലർ ഉണ്ടാവും, അതിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. ഒരു ഗ്രാജുവേറ്റഡ് എൻഡ് ഉണ്ടാവും, ഇവിടെ ഗ്രാജുവേറ്റഡ് ആയിട്ടായിരിക്കും ഈ പോർഷൻ ഉണ്ടാവുക, ഹൊറിസോണ്ടൽ പോർഷൻ. അതിലിങ്ങനെ ട്രാവൽ ചെയ്തിട്ട് ഒരു ട്രാവലർ എന്ന് പറയുന്നൊരു പീസും ഉണ്ടാവും. അങ്ങനെയാണ് അതിൻ്റേതാണ് ഇവിടെ നമ്മൾ കാണിച്ചേക്കുന്നത്. അതിനെ കുറച്ചുകൂടി വലുതാക്കിയിട്ടാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 2 ടൈപ്പ് ബോണിംഗ് റോഡ്സ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഡെപ്ത് ഓഫ് എക്സ്കവേഷൻ ഫോർ ഫൗണ്ടേഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ബോണിംഗ് റോഡ് എന്ന് പറയുന്നത്. സി ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത്, ദ ഹെഡിങ് ഓഫ് വാട്ടർ above its normal level while passing under the bridge is known as. അപ്പം 4 ടേംസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ബ്രിഡ്ജിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ വാട്ടർ ഹെഡ് ചെയ്യാണ്, അതായത് ഹൈറ്റ് കൂടുകയാണ്. എബൌട്ട് ഇറ്റ്സ് നോർമൽ ലെവൽ അതെന്താണെന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ ബ്രിഡ്ജിലൂടെ ഇവിടെ ഞാൻ തന്നെ വരച്ചുണ്ടാക്കിയൊരു ബ്രിഡ്ജാണ്. അപ്പോൾ ഇതിൽ ഇങ്ങനെ വെള്ളം പോകുമ്പോൾ എന്ത് പറ്റും, മുകളിലത്തെ ഭാഗത്ത് ഒരു ലെവൽ റൈസ് ചെയ്യും. നോർമൽ ലെവൽ ഇവിടെ ഞാൻ ഈ ബ്ലാക്ക് ഡോട്ട് കാണിച്ചില്ലേ ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ട്, അതാണ് നോർമൽ ലെവൽ. അതിൽ നിന്ന് ഈ റെഡ് കളറിൽ കാണുന്നതാണ് ഇൻക്രീസ്. അപ്പോൾ എന്ത് പറ്റും, ഒരു ബ്രിഡ്ജോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ വരുന്ന സമയത്ത് വെള്ളം, ഒരു വാട്ടർ ബോഡി അത് എന്ത് പറ്റും, ഒരു ഹൈറ്റ് ഇൻക്രീസ് ചെയ്യും. മാക്സിമം ഒരു ഹൈ ഫ്ലഡ് ലെവൽ അതുവരെ ഇത് ഇൻക്രീസ് ചെയ്യും ലെവൽ. അപ്പോൾ ഫ്ലഡ് വരുന്ന സമയത്തും ഇങ്ങനെ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ വന്നാൽ ഇങ്ങനെ ഹൈ ഫ്ലഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ആ ലെവൽ വരെ വെള്ളം ഇൻക്രീസ് ചെയ്യും. അപ്പം ഇതിന് എന്താണ് പറയുക, അപ്പം നമ്മൾ പിക്ചറിന് ഇവിടെ കാണുന്ന ബ്ലൂ കളറിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണത്, എഫ്ലെക്സ് എന്നാണ് പറയുക.
ഇനി വേറൊരു ടേമും ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്, ക്ലിയറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയറൻസ് എന്താണ്? നമ്മൾ ഈ ബാക്കിയുള്ള ഭാഗമായിട്ട് പിങ്ക് കളറിൽ കാണിക്കുന്നതാണ് ക്ലിയറൻസ്. അപ്പോൾ ക്ലിയറൻസ് എന്താണ്? ഇതിലെ ഡെക്ക് സ്ലാബ് നമ്മൾ ബ്രിഡ്ജ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഡെക്ക് സ്ലാബും ഈ ഹൈ ഫ്ലഡ് ലൈനും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ക്ലിയറൻസ് എന്ന് പറയുന്നത്. നെയിം സജസ്റ്റ് ചെയ്യുന്ന മാതിരി എത്ര ക്ലിയറൻസ് ഉണ്ട് വെള്ളത്തിൻ്റെ ലെവലും ഡെക്ക് സ്ലാബിൻ്റെ ലെവലും തമ്മിൽ, അതാണ് ക്ലിയറൻസ്. അപ്പം നമ്മുടെ എഫ്ലെക്സ് കൂടുതലാവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ക്ലിയറൻസ് കുറയും. ഈ പിക്ചറിൽ നിന്ന് എന്തായാലും അത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ബാക്കിയുള്ളത് നോക്കാം. അപ്പോൾ ഈ ക്ലിയറൻസിന് പറയുന്നത് തന്നെ പേരാണ് ഫ്രീ ബോർഡ് എന്ന്. ഓക്കെ, പിന്നെ സ്കോർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കോറിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു പിയർ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു എബഡ്മെൻറ്റിന്, അപ്പോൾ അത് ബ്രിഡ്ജിൻ്റെ ഒരു എബഡ്മെൻറ്റ് വരുമ്പം എന്ത് പറ്റും? ഈ വാട്ടർ കറണ്ട് കാരണം ഇതിൻ്റെ അടിയിലുള്ള സാൻഡ് പാർട്ടിക്കിളൊക്കെ റിമൂവ് ചെയ്തു പോകും, അത് നീങ്ങിപ്പോകും. അതിനാണ് സ്കോറിംഗ് എന്ന് പറയുന്നത്. റിമൂവൽ ഓഫ് സെഡിമെൻറ്റ്സ് നിയർ എബഡ്മെൻറ്റ് ഓർ പിയർ, അതിനെയാണ് സ്കോറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലുള്ള 4 ടേമും പഠിച്ചു. ക്ലിയറൻസ് എന്താണ്, ഫ്രീ ബോർഡ് എന്താണ്, എഫ്ലെക്സ് എന്താണ്, സ്കോർ എന്താണ്. അപ്പം ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദ ഹെഡിങ് ഓഫ് വാട്ടർ എബവ് ഇറ്റ്സ് നോർമൽ ലെവൽ വൈൽ പാസിങ് അണ്ടർ ദ ബ്രിഡ്ജ് ഇസ് നോൺ ആസ്. അപ്പോൾ എൻ്റെ ആൻസർ എന്തായിരിക്കും? എഫ്ലെക്സ്. ഓക്കെ, ഇനി അതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എ ടെമ്പററി സ്ട്രക്ചർ കൺസ്ട്രക്റ്റഡ് ടു പ്രിവെൻറ്റ് വാട്ടർ ഫ്രം എൻറ്ററിങ് ആൻ ഏരിയ വേർ എ പെർമനൻറ്റ് സ്ട്രക്ചർ ഇസ് ടു ബി കൺസ്ട്രക്റ്റഡ്. അതായത് ഒരു പെർമനൻ്റ് ആയിട്ടൊരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യണം, അവിടേക്ക് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ടെമ്പററി സ്ട്രക്ചറിന് പറയുന്ന പേരെന്താണെന്നാണ്. 4 ഓപ്ഷൻ ഉണ്ട്. റിട്ടൈനിങ് വാൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എർത്തിനെ റിട്ടൈൻ ചെയ്യാൻ ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് റിട്ടൈനിങ് വാൾ. അതായത് ഈ പിക്ചറിൽ കാണുന്നതാണ് റിട്ടൈനിങ് വാൾ. ഈ എർത്തിനെ റിട്ടൈൻ ചെയ്യുന്നത്. ലാറ്ററലി വരുന്ന ഈ ഫോഴ്സിനെ തടുത്ത് നിർത്തി റിട്ടൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത് റിട്ടൈനിങ് വാൾ എന്ന് പറയുന്നത്. പേര് സജസ്റ്റ് ചെയ്യുന്ന മാതിരി തന്നെ. പിന്നെ റിവർ ട്രെയിനിങ് വർക്ക്സ് എന്ന് പറഞ്ഞാൽ റിവറിനെ ട്രെയിൻ ചെയ്തെടുക്കുകയാണ് ഉദ്ദേശിക്കുന്നത്, പേര് സജസ്റ്റ് ചെയ്യുന്ന മാതിരി. ഒരു റിവറിന് എനി ടൈപ്പ് ഓഫ് എൻജിനീയറിംഗ് വർക്ക് അതിൽ നമ്മൾ വിച്ച് ആർ കൺസ്ട്രക്റ്റഡ് ഓൺ റിവർ സോ ആസ് ടു ഗൈഡ് ആൻഡ് കൺഫൈൻ ദ ഫ്ലോ ഓഫ് റിവർ ചാനൽ, അങ്ങനെ അതിനെയാണ് നമ്മൾ റിവർ ട്രെയിനിങ് വർക്ക്സ് എന്ന് പറയുന്നത്. എല്ലാ ടൈപ്പ് ഓഫ് എൻജിനീയറിംഗ് വർക്ക്സും വിച്ച് ആർ കൺസ്ട്രക്റ്റഡ് ഓൺ റിവർ സോ ആസ് ടു ഗൈഡ് ആൻഡ് കൺഫൈൻ ദ ഫ്ലോ ഓഫ് റിവർ ചാനൽ, അതാണ് റിവർ ട്രെയിനിങ്. റിവറിനെ ട്രെയിൻ ചെയ്തെടുക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് വിങ് വാൾ എന്താണ്? ഇതൊക്കെ എപ്പം കാണുന്നൊരു ക്വസ്റ്റ്യൻസ് ആണ്. വിങ് വാൾ എന്താണ്? വിങ് വാൾ എന്ന് പറയുന്നത് ഈ പിക്ചറിൽ കാണുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഈ എബട്ട്മെൻറ്റിൻ്റെ സൈഡിൽ നമ്മൾ 2 ചിറക് പോലെ 2 വോള് കൊടുത്തിട്ടുണ്ട്. ഇവിടെയുള്ള എർത്തിൻ്റെ പ്രഷറിനെ അപ്രോച്ചസിൻ്റെ ആ ഒരു പ്രഷറിനെ തടുത്ത് നിർത്താൻ വേണ്ടിയിട്ട് അതിനെയാണ് നമ്മൾ വിങ് വാൾ, പേര് സജസ്റ്റ് ചെയ്യുന്നത് വിങ് വാളാണ്. അപ്രോച്ചസിൻ്റെ സൈഡിൽ അബട്ട്മെൻറ്റിൻ്റെ സൈഡിൽ നമ്മൾ കൊടുക്കുന്നതാണ്. ഒരു റിട്ടൈനിങ് വാൾ പോലെ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. ഇത് ഈ അബട്ട്മെൻറ്റിന് കണ്ടിന്യൂഷനായിട്ട് കൊടുക്കാം, വേറെ സ്ലാബായിട്ട് തന്നെയും കൊടുക്കാം. അപ്പോൾ അതാണ് വിങ് വാൾ. ഇൻ ബ്രിഡ്ജസ് ദി ആർ റിട്ടൈനിങ് വാൾസ് അഡ്ജസൻറ്റ് ടു അബട്ട്മെൻറ്റ്സ് ടു റിട്ടൈൻ എർത്ത് ഫില്ലിംഗ് ഓഫ് ദ അപ്രോച്ചസ്. ഇനി അടുത്തത് കോഫർ ഡാംസ് എന്താണ്? കോഫർ ഡാംസ് എന്ന് പറയുന്നത് ഈ പിക്ചറിൽ കാണുന്നതാണ്. ഇവിടെ വാട്ടർ ബോഡീൻ്റെ ഇവിടെ ഒരു പെർമനൻറ്റ് സ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഇവിടെ ഇങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ അതിനെയാണ് നമ്മൾ കോഫർ ഡാം എന്ന് പറയുന്നത്. എന്താണ് കോഫർ ഡാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ടെമ്പററി സ്ട്രക്ചർ കൺസ്ട്രക്റ്റഡ് ടു പ്രിവെൻറ്റ് വാട്ടർ ഫ്രം എൻറ്ററിങ് ആൻ ഏരിയ വേർ എ പെർമനൻറ്റ് സ്ട്രക്ചർ ഇസ് ടു ബി കൺസ്ട്രക്റ്റഡ്. അപ്പോൾ ആൻസർ എന്താണ്? കോഫർ ഡാംസ്. അപ്പോൾ അത്രയാണ് ഉള്ളത്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.